BSNL കണ്ണൂർ സ്വിച്ചിംഗ് ഏരിയയിലേക്കുള്ള ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് BJP ദേശീയ സമിതി അംഗം സി രഘുനാഥ് സെൻട്രൽ വിജിലൻസ് കമ്മീഷന് പരാതി നൽകി. BSNL കെട്ടിടങ്ങളിൽ CPM സൊസൈറ്റികളടക്കം വാടക പോലും കൊടുക്കാതെ പ്രവർത്തിക്കുന്നതിനെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പിന്നാലെയാണ് പരാതി നൽകിയത്. കാസർഗോഡ് ടെലിഫോൺ എക്സ്ചേഞ്ച് ബിൽഡിംഗിൽ CPM നിയന്ത്രണത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റി 25 വർഷമായി പ്രവർത്തിക്കുന്നു. വാടക ഈടാക്കണമെന്ന നിയമം വന്നിട്ടും ഇതുവരെയായി ഈ സൊസൈറ്റി വാടക നൽകിയില്ലെന്നാണ് ആരോപണം. കൂടാതെ ഫൈബർ കണക്ഷൻ കൊടുക്കുന്ന ഫ്രാഞ്ചൈസികൾ 1 രൂപ പോലും കൊടുക്കാതെ തികച്ചും സൗജന്യമായ രീതിയിൽ കണ്ണൂരിലെ പല ടെലിഫോൺ എക്സ്ചേഞ്ചുകളും ഉപയോഗിക്കുകയാണ് എന്ന ആരോപണവും ഉയരുന്നു. ആരോപണം വ്യാപകമായതോടുകൂടിയാണ് BJP ദേശീയ സമിതി അംഗം സി രഘുനാഥ് സെൻട്രൽ വിജിലൻസ് കമ്മീഷന് പരാതി നൽകിയത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ യൂണിയനിൽപ്പെട്ട CVIT യൂണിയനിൽപ്പെട്ട അല്ലെങ്കിൽ BSNLൻ്റെ ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ട ആളുകൾ തന്നെ ഫ്രാഞ്ചൈസി ഒന്നുമല്ലാതെ അതിൻ്റെ എല്ലാ സൗകര്യവും പറ്റുകയും പക്ഷേ സർക്കാരിൽ കിട്ടേണ്ട വാടകയോ അതിൻ്റെ ഒന്നും നൽകാതെയാണ് അവിടെ പല പ്രസ്ഥാനങ്ങളും നടത്തിക്കൊണ്ടുപോകുന്നത്. അഴിമതി പല ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ കെടുകാര്യസ്ഥത, ഉദ്യോഗസ്ഥന്മാരുടെ സ്വജനപക്ഷപാതം, ഒപ്പം തന്നെ ഇടതുപക്ഷത്തിന് വേണ്ടിയുള്ള വിടുവില ചെയ്യുന്ന ഒരു സമീപനം പല ഉദ്യോഗസ്ഥന്മാർക്കുമുണ്ട്. അത് മാറ്റിയെടുക്കാൻ ശക്തമായ രീതിയിൽ ഞങ്ങൾ ഇടപെടും. കണ്ണൂരിലെ പഴയങ്ങാടി, കാടാച്ചിറ, കുഞ്ഞിമംഗലം, ചപ്പാരപ്പടവ്, കൊളച്ചേരി, ഇരിട്ടി, ഉളിയിൽ, മാട്ടൂൽ, പാപ്പിനിശ്ശേരി എന്നിവയടക്കം കോപ്പർലാൻഡ് ഫോൺ കണക്ഷനുകൾ എല്ലാം നിർത്തുകയും ഈ സ്ഥലങ്ങളെല്ലാം സോർട്ട് ചെയ്ത് ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് ബാക്കി വാടകയ്ക്ക് കൊടുക്കണമെന്നുമാണ് കോർപ്പറേറ്റ് ഓഫീസിൽ നിന്നുള്ള നിബന്ധന. എന്നാൽ ഇതൊന്നും കണ്ണൂർ സർക്കിളിൽ പാലിക്കപ്പെടുന്നില്ല എന്നാണ് പരാതി. ഈ സാഹചര്യത്തിലാണ് സി രഘുനാഥ് സെൻട്രൽ വിജിലൻസ് കമ്മീഷന് പരാതി നൽകിയത്. ജനം, കണ്ണൂർ.